ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അപ്പോൾ അതെന്നെ ബൈബിൾ വാക്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ വചനവും കൂടിയും കിട്ടുമ്പോഴുണ്ടല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് പവർഫുള്ളാവും. നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം എല്ലാ തരത്തിലുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങി പോസിറ്റീവ് എന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് UAE-ലാണ്. 3 ദിവസമായിട്ട് ഇവിടെ യുദ്ധമാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഇവരെ മിസൈൽ വന്ന് ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ സൗണ്ട്, അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് വന്ന് വീണിട്ട് ഓരോ സ്ഥലങ്ങളിലുണ്ടാകുന്ന നാശനഷ്ടം, അവിടുന്ന് കറുത്ത പുക ഉയർന്ന് കാണുന്നത്, പിന്നെ നമ്മുടെ വിൻഡോസും ഡോറൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും. അപ്പം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കിതൊന്നും ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളല്ലേ. അപ്പം നമ്മളാകെ കൂടി ന്യൂസ് ചാനലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. തന്നെയല്ല, ന്യൂസ് ചാനലുകാർ ഒരു തരത്തിലും നമ്മളെ നല്ലപോലെ പേടിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കുറേ ഫേക്ക് ന്യൂസും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഏതാണെന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പുറത്തേക്ക് ഇറങ്ങി കോർണിഷിൽ പോയി എൻ്റേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാനിങ്ങനെ കോർണിഷിൽ നിന്നിട്ട് എൻ്റെ നാട്ടിലൊരു അച്ഛനുണ്ട്. അപ്പോൾ പള്ളിയിലത്തെ ഞങ്ങളുടെ ഇടവ പള്ളിയിലത്തെ അച്ഛനാണ്. അപ്പോൾ ആൾക്ക് വയ്യാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആളൊന്ന് ഫോൺ ചെയ്തപ്പോൾ ആളുടെ BP ചെക്ക് ചെയ്യാൻ ഒരു സിസ്റ്റർ വന്നേ. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, പേടിയുണ്ടാ, സേഫല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സേഫാണ് സിസ്റ്ററെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കഴുത്തിൽ വെന്തിങ്ങയുണ്ട്, അത് കാരണം എനിക്ക് പേടിക്കണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയണേ, കേട്ടില്ല അവൾ പറഞ്ഞത്, അവൾക്ക് പേടിയില്ലാന്ന് വെന്തിങ്ങ ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെന്തിങ്ങ ഇട്ടിട്ട് ഉള്ള അത്ഭുതങ്ങളും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ ഞാൻ കണ്ടറിഞ്ഞ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ സംശയിക്കേണ്ടതില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, മാതാവിൻ്റെ നീലങ്കിയിൽ ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ നിരപരാധിയായ ഒത്തിരി ആൾക്കാരല്ലേ ഇതിൽ പെടുന്നത്.